നമസ്കാരം. ഇന്ന് കേരള പാലിയേറ്റീവ് കെയർ ദിനമാണ്. ഇന്ന് നമ്മുടെ ക്യാൻ കെയറിൽ ഒരു പുതിയ സീരീസ് ചാറ്റ് വിത്ത് എ ഡോക്ടർ തുടങ്ങുകയാണ്. ഇന്ന് നമ്മുടെ ഒപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ ഗീത വിജയൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 1981 MBBS ബിരുദം നേടി അതിനുശേഷം ആഫ്രിക്കയിൽ ഏറെക്കാലം പ്രാക്ടീസ് ചെയ്തു. മാഡം ഇപ്പോൾ കഴിഞ്ഞ 25 വർഷമായിട്ട് കേരളത്തിൽ പാലിയേറ്റീവ് കെയർ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. സോ വെൽക്കം ടു ദ പ്രോഗ്രാം മാഡം. താങ്ക് യു. ഇപ്പം മാഡം ഈ ഒരു പാലിയേറ്റീവ് കെയർ രംഗത്തുള്ള ഒരു ജേർണി, കഴിഞ്ഞ 25 വർഷത്തെ ഒരു ജേർണി എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം, അതൊന്ന് മാഡം ഒന്ന് പറയൂ. താങ്ക് യു. അതൊരു നിയോഗമാണ്. ആക്ച്വലി ഇറ്റ് ഇസ് സെറൻഡിപ്പിറ്റി. 20-22 കൊല്ലം ആഫ്രിക്കയിൽ വസിച്ചതിന് ശേഷം എല്ലാ NRIസിനെയും പോലെ വളരെയധികം ആശങ്കകളും ആകുലതകളും നിറഞ്ഞൊരു ഫേസായിരുന്നു എനിക്കപ്പോൾ. അപ്പോഴാണ് പള്ളുരുത്തിയിൽ ഒരു പുതിയ ഹോസ്പിസ് തുടങ്ങി എന്ന വിവരം ലഭിച്ചു. അവർക്കൊരു ഡോക്ടറെ വളരെ അത്യാവശ്യമായിട്ട് വേണം. അങ്ങനെ അവിടെ പോയി രോഗികളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവരെ ചികിത്സിക്കണമെങ്കിൽ കൃത്യമായൊരു ട്രെയിനിങ് ആവശ്യമാണ്. അന്വേഷിച്ച് കോഴിക്കോടാണ് അതിന് പറ്റിയ സ്ഥലം എന്ന് മനസ്സിലാക്കി കോഴിക്കോട്ടേക്ക് വണ്ടി കയറി. ഭാഗ്യവശാൽ പത്മശ്രീ ഡോക്ടർ രാജഗോപാൽ എന്നാണ് അന്ന് അവിടെ പാലിയേറ്റീവ് രംഗം ഹെഡ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ BCCPM 6 ആഴ്ച ചെയ്തു. അതിനുശേഷം 18 മാസത്തെ ഒരു ഡിപ്ലോമയും കരസ്ഥമാക്കി ഈ രംഗത്ത് സജീവമായി പ്രവർത്തനം തുടങ്ങി. മാഡത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ പാലിയേറ്റീവ് കെയർ എന്താണ് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. സോ വാട്ട് എക്സാക്ട്ലി ഈസ് പാലിയേറ്റീവ് കെയർ? അതിൻ്റെ ഡെഫിനിഷൻസ് WHO ഈയിടെ മാറ്റി. അപ്പോൾ വാട്ട് ഈസ് ദ ചേഞ്ചസ് ഈ ഒരു 25 ഇയേഴ്സിൽ? പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ചേഞ്ച് എന്താണ്? വാട്ട് ഈസ് പാലിയേറ്റീവ് കെയർ? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. ഇത് തുടങ്ങിയ കാലം തൊട്ടിട്ട് ഇന്ന് വരെ ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഒരു പൊതുജനത്തിൻ്റെ ഇടയിൽ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന ചികിത്സ എന്നാൽ അത് മരിക്കാൻ തയ്യാറാകുന്ന അവസാന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ അവസാന നാളുകളിൽ രോഗികൾക്ക് കൊടുക്കുന്ന ചികിത്സ എന്നതാണ്. അതല്ല എന്നുള്ളത് ഒരു തെളിയിക്കലാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. അതിനൊരു ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇവിടെ ആലുവയിൽ ഞാൻ ഒരുവിധം എല്ലാ ഹോസ്പിസ് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സിലൊക്കെ പ്രവർത്തിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് പാലിയേറ്റീവ് കെയർ ഇന്നും വലിയ മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എന്നിരുന്നാലും അന്നത്തെ കാലത്ത് പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് കഴിഞ്ഞ ഡോക്ടേഴ്സ് വളരെ വളരെ സ്കേഴ്സ് ആയിരുന്നു. അപ്പോൾ ആലുവയിൽ ഒരു പ്രാവശ്യം ഞാൻ അവിടെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് നമ്മൾ ഗൃഹ കേന്ദ്രീകൃത പരിപാടിയാണ്. അപ്പോൾ ഹൗസ് വിസിറ്റ്സ് നടത്തും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചിക്ക് നല്ല രീതിയിൽ സിംറ്റം കൺട്രോൾ കിട്ടിക്കൊണ്ടിരുന്നതാണ്. 3ാമത്തെ ഹൗസ് വിസിറ്റ് കഴിഞ്ഞപ്പോൾ ആ മരുമകൾ വളരെ ഖേദത്തോടെ വളരെ സംശയത്തോടെ നമ്മളോട് പറഞ്ഞു, ഇനി ഇവിടെ വരരുത്. അപ്പം നമുക്ക് അത്ഭുതമായി, എന്താ അതിൻ്റെ കാരണം? അത് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, അവരൊരു കോളനിയിലാണ് താമസിച്ചിരുന്നത്, അടുത്തടുത്ത് വീടുകളുണ്ട്. അപ്പം നമ്മൾ പോണത് എപ്പോഴും അഡ്വർട്ടിസ്മെൻറ്റ് മനുഷ്യൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണല്ലോ, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. അപ്പോൾ പോണത് നമ്മൾ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വാനിൻ്റെ മുകളിൽ നമ്മളെ എന്താണ് ചെയ്യുന്നത് എന്ന് മുഴുവൻ അഡ്രസ്സോട് കൂടിയിട്ടാണ്. അത് കണ്ടപ്പോൾ 3ാമത്തെ വിസിറ്റ് ആയപ്പോഴേക്കും അടുത്ത വീടുകളിലെ ആൾക്കാരൊക്കെ ഈ അമ്മച്ചിക്ക് അറിയില്ലായിരുന്നു അതുവരെയും അമ്മച്ചിക്ക് ക്യാൻസറാണ്. അപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ സന്ദർശിക്കാൻ വന്നു, അമ്മച്ചി മരിക്കുകയാണ് എന്നുള്ള ആ ഒരു വിചാരത്തിൽ. അങ്ങനെ അമ്മച്ചിക്ക് മനസ്സിലായി അമ്മച്ചിക്ക് എന്തോ ഭയങ്കര കുഴപ്പമാണ്. അമ്മച്ചി ആകെ ഡിപ്രസ്ഡായി, കരച്ചിൽ തുടങ്ങി. അങ്ങനെ മരുമകൾക്ക് അതൊരു വലിയ വിഷമായപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇനി ഹൗസ് വിസിറ്റ്സിന് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ കാലത്തല്ല, ഇന്നും തെറ്റിദ്ധാരണ മാറ്റാൻ എളുപ്പമല്ല, എങ്കിലും ഞങ്ങളത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആക്ച്വലി സാന്ത്വന ചികിത്സ എന്നാൽ എല്ലാ രോഗങ്ങൾക്കും, മാറാരോഗങ്ങൾക്കും മാരക രോഗങ്ങൾക്കും
പ്രത്യേകമായി ഒരു സമഗ്ര ചികിത്സാ രീതിയാണ്. മെയിനായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ചികിത്സ അല്ലെങ്കിൽ ക്യൂറേറ്റീവ് ചികിത്സയിൽ എപ്പോഴും നമ്മൾ രോഗത്തിനെയാണ് ചികിത്സിക്കുന്നത്. വേറാസ് ഒരു സാന്ത്വന ചികിത്സയിൽ നമ്മൾ എപ്പോഴും ആ വ്യക്തിയാണ് ചികിത്സിക്കുന്നത്. വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം, സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതേമാതിരി ആധ്യാത്മിക പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ സ്പിരിച്വൽ പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇരിക്കുന്ന ആ വ്യക്തിയുടെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കാൻ വേണ്ടി അതിനായി ഉതകുന്ന ഒരു ചികിത്സാ രീതിയാണ് സാന്ത്വന ചികിത്സ. വ്യക്തിയെ മാത്രം അല്ല ഉദ്ദേശിക്കുന്നത്, വ്യക്തിയുടെ ചുറ്റും ഉണ്ടാകുന്ന ആ കുടുംബാംഗങ്ങൾക്ക് കൂടി നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നൂതനമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ചികിത്സാ രീതി ഇപ്പോൾ കൊണ്ടുവരുന്നത്. പലപ്പോഴും ആൾക്കാർ ക്യാൻസർ എന്നുള്ളൊരു രോഗത്തിനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് ഉള്ള ഒരു ചികിത്സ എന്നുള്ള രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം ക്രോണിക് ഇൽനെസ് അല്ലെങ്കിൽ മാഡം പറഞ്ഞ പോലെ ലോട്ട് ഓഫ് അതർ ഡിസീസസ് ആർ ഓൾസോ ദെയർ. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് പേഷ്യൻസ് ആണ് സാധാരണ മാഡം കാണുന്നത് ഈ ഒരു ഫീൽഡിൽ? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പേഷ്യൻസ് ഓർ ഡിസീസസ് വിച്ച് കം അണ്ടർ പാലിയേറ്റീവ് കെയർ? സാന്ത്വന ചികിത്സ തുടങ്ങിയ കാലഘട്ടത്തിൽ, അതിൻ്റെ ശൈശവത്തിൽ, ആക്ച്വലി വാട്ട് വി സെഡ് ഇസ് വെരി ട്രൂ. അന്ന് ഫോക്കസ് മുഴുവൻ ക്യാൻസർ പേഷ്യൻസിനുള്ളതായിരുന്നു. ഇവിടെയും ഒരു ചെറിയ കഥ പറയാം. ഡോക്ടർ രാജഗോപാലൻ തുടങ്ങിയ കാലത്ത് അത് ഹോം കെയറിന് പോകുമ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റെ വീട്ടിൽ പോയി വേണ്ട രീതിയിൽ അവർക്ക് മരുന്ന് കൊടുത്തു, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അവർക്ക് വേണ്ടുന്ന ഒരു മാസത്തേക്ക് വേണ്ടുന്ന സകലവിധ വ്യഞ്ജനങ്ങളും അത് കൊണ്ടേ കൊടുക്കാറുണ്ട് ഫിറ്റായിട്ട്. നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ പലപ്പോഴും. അതിൻ്റെ തൊട്ട് എതിർവശത്തുള്ള ഒരാൾ ശ്വാസകോശ സംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ട്, ഇൻഫാക്ട് ഈ ക്യാൻസർ രോഗിയേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ രോഗിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഇരുന്നിട്ട് രാജഗോപാലൻ സാർ പുറത്തേക്ക് പോകുമ്പോൾ സാറിനോട് ചോദിച്ചു അത്രേ, അപ്പോൾ രോഗത്തിനും ജാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ അത് വളരെ വലിയൊരു തോട്ടായി സാറിൻ്റെ ഉള്ളിൽ അത് കിടന്നു എന്നാണ് സാർ എപ്പോഴും പറയാറുള്ളത്. പിന്നീടുള്ള സാന്ത്വന ചികിത്സയുടെ വളർച്ചയിൽ മാറാരോഗങ്ങളും മാരക രോഗങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. എല്ലാവിധ മാറാരോഗങ്ങൾക്കും അതേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്ന തിരിച്ചറിവിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ജനിതക വൈകല്യങ്ങൾ എന്ന് വെച്ചാൽ സെറിബ്രൽ പാൽസി, ഓട്ടിസം, മോട്ടോ ന്യൂറോൺ ഡിസീസസ്, സ്പൈന ബൈഫിഡ, അങ്ങനെ സ്പെഷ്യൽ അറ്റൻഷൻ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ രോഗികൾക്കും നമ്മൾ പാലിയേറ്റീവ് കെയർ കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം. ഇപ്പോൾ ടെക്നിക്കൽ അഡ്വാൻസസ്, മെഡിക്കൽ ടെക്നോളജി, മെഡിക്കൽ നോളജ് വളരെയധികം അഡ്വാൻസ്ഡ് ആയത് കാരണം ലൈഫ് സ്പാൻ വളരെയധികം വർദ്ധിച്ചു. അതെ. അപ്പോൾ അതിൻ്റെ കൂടെ ആരോഗ്യം അതുപോലെ വർദ്ധിച്ചുവോ? തോന്നണില്ല. അപ്പോൾ വാർദ്ധക്യ സഹജമായ എല്ലാ രോഗങ്ങൾക്കും ആക്ച്വലി ക്രോണിക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് വേണ്ടത്. അവരുടെ ജീവിതാവസാനം വരെ, ജീവിതാന്ത്യത്തിന് മാത്രം കൊടുക്കുന്നതല്ല, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, സിംറ്റം മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ രോഗിയുടെ മാത്രമല്ല, നമ്മളെപ്പോഴും രോഗിയുടെ ചുറ്റുമുള്ള കെയർ ഗിവേഴ്സ്, ശുശ്രൂഷകർക്കും കൂടി ആപ്ലിക്കബിൾ ആണ് സാന്ത്വന ചികിത്സ. സോ WHO പുതിയ ഡെഫിനിഷൻ പ്രകാരം എനിവൺ വിത്ത് അക്യൂട്ട് ഓർ ക്രോണിക് ഹെൽത്ത് റിലേറ്റഡ് സഫറിംഗ് ഷുഡ് റിസീവ് പാലിയേറ്റീവ് കെയർ എന്നാണ്. അപ്പോൾ ഈ സഫറിങ് എങ്ങനെയാണ് നമ്മൾ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ക്വാളിഫൈ ചെയ്യുക? സഫറിങ് നല്ലൊരു ചോദ്യം. വേദന എന്താണ്? യാതന എന്താണ്? അല്ലെങ്കിൽ ദുരിതം? ആക്ച്വലി അവർ പറയണത് രോഗപീഡ മലയാളത്തിൽ. ഈ പീഡ എന്നുള്ളത് കുറച്ചൊരു ആൾക്കാർക്കൊരു സന്ദേഹം വരുന്ന ഒരു വാക്കാണ്. അതിനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. നല്ല സന്തോഷ മനസ്സോടുകൂടി ഒരു കല്യാണം കൂടാൻ ഒരാൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെരുപ്പ് അഴിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മുള്ളുകുത്തി. അപ്പോൾ മനസ്സിലെ സന്തോഷം കാരണം മുള്ളുകുത്തിയതിൻ്റെ വേദന ചെറുതായി കാണാൻ ആ വ്യക്തിക്ക് പറ്റും. സാരമില്ല പറഞ്ഞ് ചെരുപ്പ് പിന്നെ ഇടുന്നു,
ആ വ്യക്തി കല്യാണം കൂടാൻ പോകുന്നു. നേരെ മറിച്ച് ഹോസ്പിറ്റലിലേക്ക് സപ്പോസ് കീമോതെറപ്പി എടുക്കാൻ ഇറങ്ങുന്ന ഒരു രോഗിക്കാണ് അതേ അനുഭവമെങ്കിൽ ആ മുള്ളിൻ്റെ വേദന ഉള്ളിലുള്ള വേദനയെ അധികരിക്കും. അപ്പോൾ അതാണ് യാതന. വേദന എന്നുള്ളത് നമുക്ക് 0 to നമ്മൾ പറയാറുണ്ട് പെയിൻ സ്കോർ എത്രയാണ്, 0 to 10. അതിലെങ്ങനെ നമുക്ക് അത് ക്വാണ്ടിഫൈ ചെയ്യാം സബ്ജക്റ്റീവ് ആണെങ്കിലും. പക്ഷെ യാതന, ദുരിതം എന്നുള്ളത് ഓരോ വ്യക്തിക്കും വളരെ പേഴ്സണലാണ്. ആ ഒരു ഫാക്ടറിനെ എത്രത്തോളം ദൂരീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് സാന്ത്വന ചികിത്സയുടെ ലക്ഷ്യം. ഒരു സഫറിങ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത്? ഇതുവരെ നമ്മളുടെ ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിൽ നമ്മളെപ്പോഴും രോഗി, രോഗം, അതിൽ മാത്രമാണ് എപ്പോഴും നമ്മുടെ ഫോക്കസ്. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു രോഗി അല്ലെങ്കിൽ ആ രോഗമുള്ളത് ഒരു വ്യക്തിക്കാണ്. ആ വ്യക്തിക്ക് പല തലങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ ശാരീരികമായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ കൂടെ ആ വ്യക്തിക്ക് ഉണ്ടാകാവുന്ന മാനസിക സംഘർഷങ്ങൾ. ചിലപ്പോൾ ഈ ഒരു മാറാരോഗം മൂലം ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കുന്നവരാവാം ആ രോഗി അല്ലെങ്കിൽ ആ വ്യക്തി. ഇതിൻ്റെ കൂടെ ഒരുപാട് കാലം ചികിത്സ മൂലം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാവാം, സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടൽ ഉണ്ടാവാം. എല്ലാറ്റിലും ഉപരി എനിക്ക് എങ്ങനെ ഇത് സംഭവിച്ചു, ഞാൻ എങ്ങനെ ഇങ്ങനെയായി എന്നുള്ള ആ ഒരു സ്പിരിച്വൽ ക്വസ്റ്റ്യൻ വളരെയധികം അലട്ടാറുണ്ട് നമ്മളുടെ രോഗികളെ. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ അവർക്കുള്ള ചികിത്സ ചെയ്യാൻ. മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഒരു ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു വിഷസ് എങ്ങനെയാണ്, ഹൗ ഡു യു കം ടു നോ വാട്ട് ആർ ദെയർ വിഷസ് അല്ലെങ്കിൽ വാട്ട് ആർ ദെയർ ഡിസയേഴ്സ്? പലപ്പോഴും വളരെ വിഷമം പിടിച്ച ഒരു വൈതരണിയാണ് ഇത്. ഓരോ വ്യക്തി, നമ്മളെപ്പോഴും പറയാറുണ്ട്, മനുഷ്യരെന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം വ്യത്യസ്തമായൊരു സ്പീഷീസാണ്. ഒരു പൂച്ച എടുത്താലും ഒരു പട്ടി എടുത്താലും വി ഓൾ നോ പ്രെഡിക്റ്റബിൾ ബിഹേവിയർ. പക്ഷെ മനുഷ്യർ എന്ന് പറയുന്നത് മോസ്റ്റ് അൺപ്രെഡിക്റ്റബിൾ ബിഹേവിയർ. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളും കാഴ്ചപ്പാടുകളും ആണ് ജീവിതത്തിനെ പറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള റെസ്പോൺസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മരുന്നുകൾക്ക് മാത്രമല്ല അവിടെ പ്രസക്തി, നമ്മുടെ ആ സാമീപ്യം, നമ്മളുടെ വാക്ക്, ഒരു ടീം വർക്കാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊരു ഡോക്ടർ എന്ന് പറയുന്ന ആളുടെ കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ വളരെ മിനിമൽ ആയിരിക്കും. അതിലുപരി ഇപ്പോൾ നമുക്കറിയാം, പ്രഷർ സോഴ്സ് വന്ന് കിടക്കുന്ന രോഗികളാണെങ്കിൽ ഒരു ഡോക്ടറേക്കാൾ ഉപരി അവർക്ക് വേണ്ടത് ഒരു നഴ്സിംഗ് അസിസ്റ്റൻസ് ആണ്. ആ സമയത്ത് ഒരു നഴ്സാണ് അവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതല്ല, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളാണെങ്കിൽ ഒരു വോളണ്ടിയറാണ് അവിടെ അവരെ സഹായിക്കാൻ എത്തേണ്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി ആധ്യാത്മികമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതിന് നമ്മളൊന്നും ക്വാളിഫൈഡ് അല്ല. അതിന് ഉതകുന്ന ആൾക്കാരെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഒരു കാര്യം നമുക്ക് വേണ്ടത്, നമ്മളെപ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യം ക്വാളിറ്റി ഓഫ് ലൈഫാണ്. ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയാണ് നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കുന്നത്? അപ്പോൾ വ്യക്തിയെ മാത്രമല്ല ആ കേന്ദ്രീകരിച്ചിട്ട് വേണ്ടത്, അവരുടെ കൂടെയുള്ള ആൾക്കാർക്കും വേണം അതേ രീതിയിലുള്ള ചികിത്സയല്ല, അവർക്ക് സപ്പോർട്ട്. അത് മാത്രമല്ല, ഇവിടെയാണ് നമ്മുടെ ഗൃഹ കേന്ദ്രീകൃത പരിപാടിയുടെ പ്രാധാന്യം ഞാൻ പറയുന്നത്. ഈ ഒരു പാലിയേറ്റീവ് രംഗം സജീവമായി പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചെറിയ കത്തീറ്റർ മാറ്റിയിടാൻ വേണ്ടി ആ രോഗി ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, കിടന്നേ പോകാൻ പറ്റുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ആംബുലൻസ് വിളിക്കേണ്ടി വരും. അപ്പോൾ കൂടെ പോകാൻ ആൾ വേണം. കൂടെ പോകുന്ന ആള് അവരുടെ സ്പൗസ് ആണെങ്കിൽ അവർക്കൊരു ദിവസം ലീവ് എടുക്കണം, ജോലി എടുക്കുന്ന ആളാണെങ്കിൽ. ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ചെയ്യുന്നത് ഒരു യൂറോളജിസ്റ്റ് മാത്രമാണ്. യൂറോളജിസ്റ്റിന്റെ ഒ പിയിൽ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, യൂറോളജിസ്റ്റിന്റെ ഒ പി അത്രയും തിരക്കുള്ളതായിരിക്കും.
കത്തീഡ്രൽ മാറ്റൽ യൂറോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് ചെയ്യാവുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ 2-3 മണിക്കൂർ കിടന്നിട്ടാണ് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഈ പ്രൊസീജിയർ അവർക്ക് ചെയ്യേണ്ടത്. സമയച്ചെലവ്, രോഗിയുടെ ബുദ്ധിമുട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളത്, പ്ലസ് ദുരിതം, കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ദുരിതം, അതിൻ്റെ കൂടെ അവർക്ക് ഉണ്ടാകാവുന്ന പൈസയുടെ ചെലവും, ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് നമ്മളുടെ സാന്ത്വന ചികിത്സ ആ രംഗത്ത് ഈ നഴ്സസ് കൃത്യമായി വളരെ എഫിഷ്യൻ്റായിട്ട് അവർക്ക് ഈ ഒരു പ്രൊസീജിയർ വീടുകളിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മുടെ ഒരു കണക്കനുസരിച്ചിട്ട് 25,000 കത്തീഡ്രലാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ സാന്ത്വന ചികിത്സ, പാലിയേറ്റീവ് കെയർ നമ്മൾ മാറ്റിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതേമാതിരിയാണ് അസൈറ്റിക് ടാപ്പിംഗ്. വയറ്റിൽ വെള്ളം നിറച്ചിട്ട് മിക്കവാറും ലിവർ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കാണ് വയറ്റിൽ വെള്ളം നിറയുക. അപ്പോൾ ആ വെള്ളം നിറയുന്ന സമയത്ത് ഇതേപോലെ സാന്ത്വന ചികിത്സാ രംഗത്ത് ഈ പ്രൊസീജിയർ നമ്മൾ വീടുകളിൽ ചെയ്യുന്നതിന് മുമ്പ് ഇതേമാതിരി അവർക്ക് ഓരോരുത്തർക്കും ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ നമ്മൾ മാറ്റിമറിച്ചു. സോ ഒത്തിരി പേഷ്യൻസ് ആർ ഏബിൾ ടു ഗെറ്റ് ഹെൽപ്പ് അറ്റ് ഹോം. ഇപ്പം നേരത്തെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ആശുപത്രി പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ലോട്ട് ഓഫ് ഫെസിലിറ്റീസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഇപ്പം ലൈക്ക് കാത്തീറ്റർ കെയർ, ഈവൻ റൈഡസ് ട്യൂബ്, ഫീഡിങ് ട്യൂബ്, ഡ്രസ്സിങ്സ്, ബെഡ് സോറിൻ്റെ ഡ്രസ്സിങ്സ്, ഇതെല്ലാം നമുക്ക് ആക്ച്വലി വീട്ടിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ്. ആൻഡ് എസ്പെഷ്യലി ആ കോവിഡിന് ശേഷമാണ് തീർച്ചയായും ഇത് വീടുകളിലോട്ട് ഈ ഒരു എല്ലാ വിധത്തിലും ഇപ്പം മെഡിക്കൽ ചികിത്സയിൽ വന്ന അഡ്വാൻസസ് കാരണം പീപ്പിൾ ആർ ലിവിങ് ലോങ്കർ, 90 years, 100 years. പക്ഷെ മാഡം പറഞ്ഞു ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഷുർ ചെയ്യുക? എന്താണ് ഇതിൻ്റെ ഒരു പാരാമീറ്റേഴ്സ്? അല്ലെങ്കിൽ വളരെ വളരെ വ്യക്തിഗതമാണത്, വളരെ പേഷ്യൻ്റ് സെൻട്രിക് ആണ്. എന്താണ് ആ വ്യക്തിക്ക് വേണ്ടത് അത് നിവർത്തിച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യണത്. സപ്പോസ് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്. കീമോതെറപ്പി കൊടുത്ത് എനിക്കറിയാം. പണ്ട് ഞങ്ങളൊരു പ്രാവശ്യം ഒരു വലിയ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഓൺകോ സർജൻ്റെ ഒരേ ഒരു മകന് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം കീമോ റേഡിയേഷൻ ഹി ഡിഡ്ന്റ് വാണ്ട് ടു ലെറ്റ് ഗോ. അവസാനം ആ കുട്ടി എന്ന് വെച്ചാൽ കുറച്ച് വലുതായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, 18-19 വയസ്സുള്ളൊരു മകനായിരുന്നു. ആ കുട്ടി രാജഗോപാലൻ സാറിൻ്റെ അടുത്താണ് അത്ര വിളിച്ച് പറഞ്ഞത്, സാറേ എൻ്റെ അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും, എനിക്ക് ഇനിയത്തെ കാലമെങ്കിലും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് വേണമെങ്കിൽ ഇത് നിർത്തിയേ പറ്റൂ, ഇതെനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് അത് നിർത്തി. ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. പക്ഷെ അപ്പോൾ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് നമ്മൾ വിചാരിക്കണതല്ല ആ വ്യക്തിക്ക് ചിലപ്പോൾ വേണ്ടത്. പിന്നെ നമ്മുടെ സ്ട്രോക്ക് പോലെയുള്ള മാറാ രോഗങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഫിസിയോതെറപ്പി ഹാസ് എ ബിഗ് റോൾ ടു പ്ലേ. അപ്പോൾ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇൻഫാക്ട് ഒരുവിധം നല്ല ജീവിതം അവർക്ക് നയിക്കാൻ ഫിസിയോതെറപ്പി കൊണ്ട് അവർക്ക് പറ്റും. ഇന്ന് സാന്ത്വന ചികിത്സ ടീമിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്കൊരു ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ട്. അവർ വീടുകളിൽ ചെന്നിട്ട് വേണ്ട വിധത്തിൽ അവർക്ക് അഡ്വൈസ് കൊടുക്കും, അവരെ കൊണ്ട് ഫിസിയോതെറപ്പി ചെയ്യിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന മാതിരി നമുക്ക് ചെയ്യാം. പക്ഷേ എല്ലാ കാര്യത്തിലും ഇതുപോലെ ഒരു ക്യൂർ റേറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. There are certain cases where in spite of all efforts from the team they still deteriorate. നമ്മൾ യൂഷ്വലി വി സി ഡെത്ത് ആസ് എ ഫെയിലിയർ, എസ്പെഷ്യലി ആസ് ഡോക്ടേഴ്സ്. ഐ റിമെമ്പർ ഞാനൊരു യങ് ജൂനിയർ ഡോക്ടറായിട്ട് വന്നപ്പോഴും ഐ സോ ഡെത്ത് ആസ് എ ഫെയിലിയർ. പക്ഷേ ഡെത്ത് ഈസ് എ റിയാലിറ്റി ആൻഡ് വി കാൺട്ട് ക്യൂർ ഓൾ ഡിസീസസ് ആൻഡ് mortality rate is still 100%. So how do we prepare for a dignified death? What is a dignified death? And how do we prepare families or prepare patients, prepare our patients for such a event? The only certain thing in life is the uncertain death. മരണം ഒരു അനിവാര്യതയാണ്. അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ റിസർച്ചൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ വായിച്ചിരുന്നു. പക്ഷേ ഇനിയും
ഇതാർക്കും മറികടക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അന്തസ്സുറ്റ മരണം, എല്ലാവരുടെയും ആഗ്രഹം അതാണ്. ഇതും കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ മാതിരി ഇതെല്ലാം ഓരോ വ്യക്തിക്കും അവനവൻ്റേതായിട്ടുള്ള ചിന്തകളും സ്വപ്നങ്ങളും മാത്രമാണ്. അപ്പോൾ നമ്മളൊരു മരണത്തിനെ പറ്റി പറയുമ്പോൾ ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച്, സാന്ത്വന ചികിത്സയുടെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഡെത്ത്സ്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ നമുക്കറിയാം ക്യൂർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും കൂടി അവരെ ICUയിലിട്ട് അൺവാണ്ടഡ് അല്ലെങ്കിൽ ഫ്യൂട്ടൈൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് രോഗികൾക്കും അവനവൻ്റെ ഉറ്റവരെയും ഉടയവരെയും കാണാൻ പറ്റാത്ത മാതിരി അവർക്കും ഇങ്ങോട്ട് കാണാൻ പറ്റാത്ത മാതിരി ഒരു സ്റ്റിറൈൽ എൻവയൺമെൻറ്റിൽ സങ്കടത്തോടെ മരിക്കാനാണ് മിക്കവർക്കും വിധിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വലിയൊരു മാറ്റമാണ് നമ്മൾ സാന്ത്വന ചികിത്സ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ രോഗിക്കും വേണ്ടുന്ന മാതിരി അവർക്ക് വേണ്ടത് ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവർ മാനസികമായിട്ട് അവർക്കും വേണം, അവരുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും അത് ഉൾക്കൊള്ളാനുള്ളൊരു പ്രിപ്പറേഷൻ, അതിനുള്ള ടൈം നമ്മൾ കൊടുക്കുക, കൗൺസിലിംഗ് കൊടുക്കുക. അന്തസ്സുറ്റ മരണത്തിനെ പറ്റി പറയുമ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ, ഇവിടുത്തെ വലിയൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഡോക്ടർ ബാലകൃഷ്ണൻ, I don't know whether it was his fortune or misfortune to be my patient, but അദ്ദേഹം നമ്മുടെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു. ആൻഡ് അവസാന he was almost towards his end. അപ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ആൻഡ് he actually told me, എനിക്ക് ഹീറോയിക് അറ്റംപ്റ്റ്സ് അറ്റ് റിവൈവൽ ഒന്നും പാടില്ല, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, എനിക്ക് വളരെ ചെറിയ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് മാത്രം തന്നാൽ മതി. അതിന് എതിരഭിപ്രായം അന്നുണ്ടായിരുന്നു. എങ്കിലും സാർ ഉറച്ചു നിന്നു. സാറിന് വേണ്ടുന്നത് മാത്രം ഞാൻ കൊടുത്തു. 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ സാറിൻ്റെ ഓൺ ബെഡിൽ സാറിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ നടുവിൽ കിടന്ന് മരിച്ചു. പക്ഷെ അതല്ല എന്നെ അതിശയിപ്പിച്ച കാര്യം. സാറിൻ്റെ സഞ്ചയനത്തിൻ്റെ അന്ന് മകൻ എന്നെ ക്ഷണിച്ചു. അന്ന് സാറിൻ്റെ വില്ല് അവർ തുറന്ന് അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു how he wanted to die. In fact, that was like, what we talk about, the living will. ഇങ്ങനെ കൊണ്ടുപോകരുത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത്, എൻ്റെ മരണസമയം എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ നടുവിൽ പാട്ടും അവർക്ക് ഇഷ്ടമുള്ളത് എന്നോട് പറഞ്ഞും കൊണ്ട് മരിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വി ഓൾ നോ ദറ്റ് ഹിയറിംഗ് ഇസ് ദ ലാസ്റ്റ് തിങ് ടു ഗോ, isn't it, from the body. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ചാരിതാർത്ഥ്യമായിട്ട് എനിക്ക് തോന്നി. സാറിന് വേണ്ടത് സാറിന് കൊടുക്കാൻ പറ്റി. So despite being a doctor, he wanted a home death. ഇപ്പോൾ പലപ്പോഴും we say in palliative care, every patient wants what we want. And sometimes we are not able to provide that because of the facilities which are not available. ഇതിൽ what do you think, how can a family be prepared? Like, what are some of the signs that a family member എങ്ങനെ they can be prepared for parting of a loved one? എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര നമ്മൾ സമാധാനിപ്പിച്ചാലും when you talk about death of a loved one to the family members, it is very painful, very, very painful. And depending on the age of the patient, നമ്മുടെ രോഗി ചെറുപ്രായമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാൻ അയാൾക്കും ആ രോഗിക്കും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള അവരുടെ ബന്ധുമിത്രാദികൾക്കും വളരെ വിഷമമുള്ള കാര്യമാണ്. ബട്ട് ആസ് യു ഏജ്, ആസ് എ പേഷ്യൻ്റ് ഏജസ്, ഇപ്പോൾ 90-95 വയസ്സുള്ള ആൾക്ക് വയ്യാണ്ടിയായി നമ്മൾ അങ്ങോട്ട് പറയുകയാണ്, സമയമായി എന്ന് പറയുകയാണെങ്കിൽ അത്ര തന്നെ അവർക്ക് ബന്ധുക്കൾക്ക് ഫീൽ ചെയ്യില്ല. വൈ? ബിക്കോസ് ദേ ഓൾസോ എക്സ്പെക്ട് ദാറ്റ് പേഴ്സൺ ടു ഗോ എനി ടൈം. പക്ഷേ അതിനുള്ള സയൻസ് ഞാൻ പറഞ്ഞുതരാം. യു ഹാവ് ടു ട്രെഡ് വിത്ത് കോഷൻ. വളരെ വിഷമമുള്ളൊരു ഫേസാണ് നമ്മൾ അവിടെ ഇതാവണത്. അതിനുള്ളൊരു ചെറിയ പ്രഗ്നോസ്റ്റിക്കേഷൻ്റെ വിഷമങ്ങളും കൂടി പറഞ്ഞു തരാം. നമ്മൾ പഠിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഡിറ്റീരിയറേറ്റ് ചെയ്യണത്. 3 weeks ബിഫോറാണ് നമ്മൾ ഫേസ് ഓഫ് ഡൈയിങ്, ദറ്റ് ഇസ് എ പാസീവ് ഫേസ് ഓഫ് ഡൈയിങ്. അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്? ഇറ്റ്സ് ഓൺലി ഇൻ റിഫ്ലെക്ഷൻ. ബട്ട് അറ്റ്ലീസ്റ്റ്
വെൻ യു ക്യാൻ സീ ചേഞ്ചസ്, ആ ഡിറ്റീരിയറേഷൻ വളരെ വളരെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റണ മാതിരി എല്ലാവർക്കും അത് അനുഭവപ്പെടും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം രോഗിക്ക് ഇനി അധികം സമയമില്ല. അതെന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ രോഗിയുടെ ആ ആക്ടിവിറ്റീസ്, സ്വതവേ ചെയ്തിരുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് പതുക്കെ ആവാൻ തുടങ്ങും, ഒന്ന് കുറയാൻ തുടങ്ങും. ഒരു ഉൾവലിയൽ, ഒന്നിലും അതുവരെയും അത്രയും ഇഷ്ടത്തോടെ ചെയ്തിരുന്ന ചിലപ്പോൾ ഒരു സീരിയൽ കാണലായിരിക്കാം, ചിലപ്പോൾ വായനയായിരിക്കാം, ചിലപ്പോൾ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നതായിരിക്കാം. അതിലൊക്കെ ഒരു താല്പര്യക്കുറവ് അനുഭവപ്പെടും. പിന്നെ വളരെ പ്രസക്തമായിട്ട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗിക്ക് എപ്പോഴും ഒരു ക്ഷീണം, ഭക്ഷണം കഴിക്കാൻ ആ ഒരു പഴയ മാതിരി ഒരു വിശപ്പില്ലായ്മ, എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നൽ. നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഉൾവലിയലാണ്. എല്ലാത്തിൽ നിന്നും നമ്മൾ അങ്ങോട്ട് ഇല്ലാതെ ആവുക എന്നുള്ളൊരു വിചാരമാണ് ആദ്യം നമുക്ക് ശ്രദ്ധയിൽ വരണത്. അവരുടെ ചിലപ്പോൾ വേദന കൂടും. കിടപ്പ് രോഗികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിഡൻ്റ് ആയിട്ട് തോന്നണത് അവരുടെ പ്രഷർ സോഴ്സ് അത് വല്ലാണ്ട് അധികമാവും. ഇല്ലാത്ത ആൾക്കാർക്ക് അത് വരാൻ തുടങ്ങും. അതൊക്കെ പാസീവ് ഫേസ് ഓഫ് ഡൈയിങ്. ഇനി ആക്റ്റീവ് ഫേസ് ഓഫ് ഡൈയിങ്ങിൽ വരികയാണെങ്കിൽ മാറ്റങ്ങൾ ദിവസം പ്രതി നമുക്ക് കാണാൻ പറ്റും. രോഗി ചുരുങ്ങണു, വല്ലാണ്ട് ക്ഷീണിക്കണു, അതേമാതിരി ഒന്നിലും ശ്രദ്ധയില്ലാണ്ട് ആവണു, ഒരുപാട് നേരം മയങ്ങി, ഉറക്കമല്ല, അത് ഒരു മയക്കമാണ്. ക്ഷീണം കൂടുതലാവുക, ഭക്ഷണം ഇറങ്ങിപ്പോവാനുള്ള വിഷമങ്ങൾ, ഇതിലുപരി അവർക്ക് എപ്പോഴും ഹാലൂസിനേഷൻസ്, പിച്ചും പേയും പറയുക, അവനവൻ്റെ മരിച്ചുപോയ യൂഷ്വൽ റിലേറ്റീവ്, അത് വളരെ കോമൺ ആയിട്ടാണ്. അത് ആക്റ്റീവ് ഫേസ് ഓഫ് ഡൈയിങ് ആണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റണത് ശ്വാസഗതി, പൾസ്, ശ്വാസഗതി നമ്മുടെ മലയാളത്തിൽ പണ്ടുള്ളവർ പറയും ഊർധ്വൻ വലിക്കാൻ തുടങ്ങി, എയർ ഹങ്കർ, ഒരു ജോ ബ്രീത്തിങ്, ഒരു ടിപ്പിക്കൽ ബ്രീത്തിങ് ആണ്. അത് തുടങ്ങിയാൽ അധിക സമയം ഇല്ല എന്നുള്ളത് തീർച്ചയാക്കാം. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊഗ്നോസ്റ്റിക്കേഷൻ എന്നുള്ളത് ഞാൻ പറയുന്നു വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. ഇത് പാലിയേറ്റീവ് കെയറിൻ്റെ ഈ ഒരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളുടെ വിചാരം നമുക്ക് എന്തൊക്കെയോ പുതിയ അറിവ് കിട്ടിയെന്നാണ്. അപ്പോൾ ഒരു പേഷ്യൻ്റ്, ഒരു രോഗിയുടെ അടുത്ത് പോയി, ആകെ അത്രയേ ഉള്ളൂ, 30-40 കിലോ ഉള്ളൂ. ആൾക്ക് ന്യൂമോണിയ ഉണ്ടായിരുന്നു, നല്ല പനി, ഇതുപോലെ ഹാലൂസിനേഷൻസ്, പിച്ചും പേയും പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ ഹാഡ് ബ്ലാഡർ ബവൽ സിംറ്റംസ്. അങ്ങനെ ഞാൻ നോക്കി, അവരുടെ മക്കളൊക്കെ പുറത്താണ്. അപ്പം ഞാൻ നല്ല കാര്യം ചെയ്യണമല്ലോ, പ്രിപ്പയർഡ് ആക്കണമല്ലോ എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ നോക്കിയിട്ട് ഇപ്പം എനിക്ക് തോന്നണു ഇനി അധിക സമയമില്ല ഈ രോഗിക്ക്, അപ്പോൾ വേണ്ട പോലെ നിങ്ങൾ മക്കളെയൊക്കെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് മറന്നു ഞാൻ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ട് അവരെന്നെ നോക്കി ചിരിച്ചു. പറഞ്ഞു, ഡോക്ടർക്ക് എന്നെ ഓർമ്മയുണ്ടോ അവർ? അപ്പോൾ അതേ രോഗിയായിരുന്നു ഇത്. പിന്നെ അവരടുത്ത് താമസിയാതെ മരിച്ചുവെങ്കിലും ഞാൻ എപ്പോഴും ബാക്കിയുള്ളവരോട് പറയും, പ്രൊഗ്നോസ്റ്റിക്കേഷൻ ചെയ്യുമ്പോൾ വെറും ഹാലൂസിനേഷൻസും അവരുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലംസും നോക്കിയിട്ട് അവർ മരിക്കും എന്ന് പറയേണ്ട കാര്യമില്ല. മേ ബി കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ സമയം കുറവാണ്, അല്ലെങ്കിൽ ഇതിനി ഈ രോഗം നമ്മൾ വിചാരിക്കുന്ന അത്ര മാറില്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ പോവുള്ളൂ എന്നുള്ള കുറച്ചും കൂടി അവർക്ക് വിഷമം വരാത്ത രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. മാഡം, ഇപ്പം ഇംപെൻഡിങ് ഡെത്തിൻ്റെ സൈൻസ്, സിംറ്റംസ്, പല ലക്ഷണങ്ങൾ മാഡം പറഞ്ഞു. ബട്ട് ഫാമിലി മെമ്പേഴ്സ് പലപ്പോഴും ഈ ഭക്ഷണം കഴിക്കാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്ക് അവർ പലപ്പോഴും പല ഇൻ്റർവെൻഷൻസ്, ഇൻഫാക്ട് മോസ്റ്റ് ഓഫ് ദി ഇൻ്റർവെൻഷൻസ് ലാസ്റ്റ് ഫേസ് ഓഫ് ലൈഫിലാണ് മാക്സിമം മെഡിക്കൽ ഇൻ്റർവെൻഷൻസ് പലപ്പോഴും നടക്കാറ്. അപ്പം അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ what advice do you give, or what are the things that we should probably prepare the family in advance for? മരണാസന്നനായിട്ടുള്ള ഒരു രോഗി എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. എന്ത് ചെയ്താലാണ് രോഗിക്ക് സമാധാനമാവുക, ആശ്വാസമാവുക? ഇത് വീട്ടിലുള്ള ആർക്കും ഒരു നിശ്ചയമില്ലാത്ത കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് മിക്കപ്പോഴും ഇങ്ങനെയുള്ള രോഗികളെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്.
ഇതിൽ വലിയൊരു പ്രശ്നം, രോഗി മരണത്തോട് അടുക്കുകയാണ് എന്ന് നല്ല നിശ്ചയമുള്ളപ്പോഴും അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമായിട്ടുള്ള ഒരു പ്രശ്നം മിക്ക ബന്ധുക്കൾക്കും ഉള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇനി എന്തെങ്കിലും ചെയ്താൽ ഈ രോഗി രക്ഷപ്പെടുമോ? നമ്മളുടെ ഉറ്റവരായിട്ടുള്ള ഭാര്യയാവാം, ഭർത്താവാം, കുട്ടികളാവാം, ആരായാലും ഇനി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ ചെയ്യാൻ, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ രക്ഷപ്പെടുമോ എന്നുള്ള ആ ഒരു ശങ്കയിലാണ് മിക്കവാറും രോഗികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവർക്ക് അവസാന കാലമായി എന്ന് നിശ്ചയമുള്ളപ്പോഴും എടുത്തും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നത്. കൃത്യമായി രോഗിക്ക് ആശ്വാസം നൽകുന്ന പ്രക്രിയകൾ നമ്മൾക്ക് അവരുടെ ഒപ്പം നിന്ന്, ഈ പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന ചികിത്സയുടെ ഒരു മോട്ടോ തന്നെ ഞങ്ങളുണ്ട് കൂടെ എന്നുള്ളതാണ്. എന്തു വന്നാലും നമ്മൾ കൂടെ ഉണ്ട്. അവർക്കൊരു മാർഗനിർദ്ദേശം നൽകാനും അവരെ ആശ്വസിപ്പിക്കാനും എന്ന് കണ്ടാൽ അവർ മിക്കവരും വീട്ടിൽ തന്നെയുള്ള മരണമാണ് കാക്ഷിക്കുക. അന്തസ്സുള്ള ജീവിതവും അന്തസ്സുള്ള മരണവും കാക്ഷിക്കുന്നവരാണ് നമ്മൾ ഏവരും. എന്താണ് അന്തസ്സുള്ള മരണം? അതും ഓരോ വ്യക്തിക്കും ഓരോ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. ചില രോഗികൾ വീട്ടിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ എല്ലാവിധ സമാധാന സമാശ്വാസ പ്രക്രിയകളോടെ മരിക്കാനാണ് അവർക്കിഷ്ടം. ചിലവർ, എനിക്ക് ഇതിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള രോഗികളെയും അറിയാം. എത്ര പറഞ്ഞു കൊടുത്താലും എത്ര ക്ലാരിഫൈ ചെയ്താലും അവരുടെ ബന്ധുക്കൾ അത് വേണ്ട വിധം ഉൾക്കൊണ്ടാലും രോഗി കടുംപിടുത്തം, എനിക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. ബോധമുള്ള രോഗികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ബോധമില്ലാത്ത രോഗികൾക്ക് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ ബന്ധുമിത്രാദികളാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന രോഗികൾക്ക് ഏറ്റവും വലിയ സംശയം എല്ലാ ബന്ധുക്കൾക്കും ഉണ്ടാവുന്നത്, അവർക്ക് ബുദ്ധിമുട്ടായി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ട്യൂബ് ഇടണോ, മൂക്ക് കൂടെ ട്യൂബ് ഇടണോ, അവർക്ക് ഡ്രിപ്പ് കൊടുക്കണോ? ഭക്ഷണം കൊടുക്കാതെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിക്കുള്ളതിനേക്കാൾ രോഗിക്ക് അതുകൊണ്ട് എന്ത് ഗുണം എന്ത് ദോഷം എന്നല്ല അവിടെ നമ്മൾ ആലോചിക്കുന്നത്. മിക്കവാറും നമ്മൾ കേൾക്കുന്ന കംപ്ലയിൻസ്, അയ്യോ അച്ഛനോ അമ്മയോ ആരായാലും അച്ഛനിതാ ഇങ്ങനെ കിടക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, അദ്ദേഹം വിശന്ന് കിടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? അതാണ് എല്ലാവരുടെയും ആശങ്ക. ഈ മരിക്കാൻ പോകുന്ന വ്യക്തി, തമിഴിൽ മരിക്കുന്നതിന് പറയുന്ന പേര് സത്ത് പോച്ച് എന്നാണ്. സത്ത്, ഉള്ളിലുള്ള വാട്ട് എവർ യു കോൾ ഇറ്റ്, ഇറ്റ് ഈസ് എൻ എനർജി. ആ എനർജി പുറത്തേക്ക് പോവാൻ റെഡിയായി നിൽക്കുകയാണ്. ആ എനർജിക്ക് അറിയാം അതെപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള എനർജിയെ ആവരണം ചെയ്യുന്ന ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിൻ്റെ പരിരക്ഷ ആവശ്യമില്ലാത്ത ഒന്നാണ്. അതിനപ്പോ ഭക്ഷണം വേണ്ട. IV ഫ്ലൂയിഡ്സ് കൊടുക്കുന്നതോ മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ട് ഭക്ഷണം കൊടുക്കുന്നതോ ഒന്നും ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. സെക്രീഷൻസ് ഉള്ളിൽ കൂടും. അങ്ങനെ സെക്രീഷൻസ് കൂടുമ്പോൾ തൊണ്ടയിൽ സെക്രീഷൻസ് കൂടുതൽ വന്ന് അടിയും. അങ്ങനെയാണ് സ്ട്രൈഡർ അഥവാ ശ്വാസം വലിക്കുമ്പോൾ വളരെ വലിയ ശബ്ദത്തോടെ ശ്വാസം വലിക്കാനിടയാകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആ ആസന്ന മരണനായ ഒരു വ്യക്തിക്ക് ആ സമയത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫീഡിങ്, ട്രയൽസ് ട്യൂബ് ആവട്ടെ അഥവാ IV ഡ്രിപ്പ് ആവട്ടെ, തീരെ ആവശ്യമില്ലാത്ത ഒന്നാണ്. ഡ്രൈ സ്റ്റേറ്റിൽ അവരിപ്പോൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, എൻഡോർഫിൻ എന്ന് പറയുന്ന ഫീൽ ഗുഡ് ഹോർമോൺസ് കൃത്യമായി തലയിൽ ഉണ്ടാക്കുന്നതാണ് ആ സമയത്ത്. ആ ഡ്രൈ സ്റ്റേറ്റ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫീഡിങ് ചെയ്ത് ഇല്ലാണ്ടാക്കിയാൽ അത് കൂടുതൽ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി വിഷമം വന്നു, ആള് ശ്വാസഗതി വളരെ വിഷമത്തിലായി. മലയാളത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് ഊർധ്വ വലിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ അതിനെ എയർ ഹങ്കർ അല്ലെങ്കിൽ ജോ ബ്രീത്തിങ് എന്ന് പറയും. ഒരു പെർട്ടിക്കുലർ ടൈപ്പിൽ
ഇങ്ങനെ വലിക്കാൻ തുടങ്ങുമ്പോൾ ഓക്സിജൻ വെക്കും. അതാണ് നമ്മൾ വളരെ സാധാരണമായിട്ട് എല്ലാ ഹോസ്പിറ്റലിലും കാണുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ വെക്കണമോ? ആ സമയത്ത് ഓക്സിജൻ വെച്ചത് കൊണ്ട് ആ രോഗിക്ക് യാതൊരു ഗുണവും അതിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ചെറിയ എക്സാമ്പിൾ, ജനറേറ്റർ ഓഫ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ട്യൂബ് ലൈറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ട്യൂബ് ലൈറ്റ് അഥവാ സ്വിച്ച് റിപ്പയർ ചെയ്താൽ ട്യൂബ് ലൈറ്റ് കത്തുമോ? അതുപോലെയാണ് പുറത്ത് നിന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഓക്സിജൻ കൊടുക്കുന്നത്. അതുകൊണ്ടും രോഗിക്ക് ഒരു വിധത്തിലും ഗുണം ഉണ്ടാകാൻ പോകുന്നതില്ല. ചിലപ്പോൾ ആ ഒരു മാസ്ക് വെക്കുന്നത് മൂലം രോഗിക്ക് കൂടുതൽ സഫോക്കേഷനാണ് ഉണ്ടാവുക. രോഗി ശാന്തരായി വളരെ സമാധാനപരമായി മരണത്തിലേക്ക് പോകുന്ന ആ നിമിഷങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവുക. തീർച്ചയായിട്ടും രോഗിക്ക് പിച്ചും പേയും പറയും, ചിലപ്പോൾ ഭയങ്കര അഗ്രസീവ് ആവും, എണീക്കുമ്പോൾ ഇരിക്കാൻ തോന്നും, ഇരിക്കുമ്പോൾ നിൽക്കാൻ തോന്നും, നിൽക്കുമ്പോൾ ഇരിക്കാൻ തോന്നും. അങ്ങനെ ഉള്ള ചേഷ്ടകൾ അവർ വളരെ അസ്വസ്ഥത കാണിച്ചേക്കാം. ആ സമയത്ത് അവർക്ക് കൊടുക്കാനുള്ള ഇഞ്ചെക്ഷൻസ് സാന്ത്വന ചികിത്സയിൽ സുലഭമായിട്ടുണ്ട്. അത് നമ്മൾ വേണ്ട വിധത്തിൽ അവർക്ക് കൊടുക്കുകയും ചെയ്യും. അതല്ലാതെ ഒരു ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനോ ഒരു ഓക്സിജനോ ഒരു വിധത്തിലും ആ രോഗിക്ക് ഗുണം ചെയ്യുന്നതല്ല. ഒരു മൂത്ര തടസ്സം ഉണ്ടായാൽ മേ ബി ഒരു കെത്തീറ്റർ ഇട്ടിട്ട് ആ മൂത്രം പുറത്തേക്ക് എടുക്കാം. പക്ഷേ അവർക്ക് വയറ്റിന്ന് പോവാതെ കുറേ ദിവസമായെങ്കിലും അതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് രോഗിക്ക് അതുമൂലം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതല്ല. എല്ലാ മനുഷ്യൻ്റെയും അവസാന ശ്വാസം വരെയും നമ്മൾ പേടിക്കുന്ന ഒരു വസ്തുതയാണ് മരണം. എന്താണ് എന്നറിയാത്ത എല്ലാ കാര്യങ്ങളെപ്പറ്റിയും മനുഷ്യന് പേടിയാണ്. അപ്പോൾ ഒരു ചെറിയ ശ്ലോകമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു സർക്കംസ്റ്റൻസിൽ. അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ ജഗതീശ്വരം. എല്ലാ മനുഷ്യർക്കും ഉള്ള പ്രാർത്ഥനയാണത്. അനായാസമായി പ്രയാസം കൂടാതെ കഷ്ടപ്പെടാതെ മരിക്കാനും പരാശ്രയമില്ലാതെ ജീവിക്കാനും. കിടന്നു പോയിട്ടുണ്ടെങ്കിൽ മലമൂത്ര വിസർജനം വല്ലവരെയും ആശ്രയിച്ചിട്ടാണ്. അപ്പം നമുക്ക് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നൊന്ന് ഇല്ലാതെയാവും. ദേഹാന്തേ തവ സാന്നിധ്യം. എന്താണോ ആ എനർജി നമുക്ക് അനുഗ്രഹം തരുന്നത്, ആ എനർജിയുടെ ഒരു സാന്നിധ്യം നമുക്ക് ഉണ്ടാവാനും എല്ലാവർക്കും അത് സാധ്യമാവട്ടെ എന്ന ശുഭചിന്തയോടുകൂടി ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് ഡോക്ടർ ഗീത. ഇന്ന് ഈ ഒരു പാലിയേറ്റീവ് ദിനം ശരിക്കും നമുക്ക് ഇത്രയും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടോക്ക് തന്നതിനും ഇന്ന് നമ്മുടെ കൂടെ വന്ന് ഇരുന്ന് ഇത്രയും ടൈം ഡീറ്റെയിൽഡ് ആയിട്ട് മാഡം ഓരോ കഥയും പറഞ്ഞാണ് എക്സ്പ്ലനേഷൻസ് ഒക്കെ തന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഫോർ ദ ഇൻഫർമേഷൻ യു ഹാവ് ഗിവൻ. താങ്ക് യു വെരി മച്ച്.